കരിയർ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക എന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രകൃതിശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നിവയുടെ ഗവേഷണം, അധ്യാപനം, പ്രയോഗം എന്നിവയ്ക്ക് പേരുകേട്ട അദ്വിതീയ സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി അംഗീകരിക്കപ്പെടുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഏറ്റവും പഴയതും അഭിമാനകരവുമായ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? വളരെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മികച്ച തലച്ചോറുകൾക്കായി ഉന്നത പഠനം ഇവിടെ ലഭ്യമാണ്. ഉന്നത പഠനം, ഗവേഷണം, PhD തുടങ്ങിയവയ്ക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. പൂർണ്ണമായും സമർപ്പിതവും ഗണിതത്തിൽ അർപ്പിതവുമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഉയർന്ന പരിചയസമ്പന്നരും യോഗ്യതയുള്ളവരുമായ ഫാക്കൽറ്റിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമായിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൽകപ്പെടുന്ന കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 2 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളാണുള്ളത്. ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓണേഴ്സ്, ബാച്ചിലർ ഓഫ് മാത്തമാറ്റിക്സ് ഓണേഴ്സ്, BStat ഓണേഴ്സ്, BMath ഓണേഴ്സ്. 7 ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളാണുള്ളത്. 3 PG ഡിപ്ലോമ കോഴ്സുകളും ലഭ്യമാണ്. റിസർച്ച് ഫെലോഷിപ്പുകളും ലഭ്യമാണ്. ഇതിൽ ഏതാനും ചില കോഴ്സുകളെ പറ്റിയാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമായി ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഗ്രി. BStat ഡിഗ്രിക്ക് ശേഷം സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, അനുബന്ധ മേഖലകൾ എന്നിവയിൽ ഉന്നത പഠനം സാധ്യമാണ്. ഗവേഷണ സ്ഥാപനങ്ങൾ, ശാസ്ത്രീയ ലബോറട്ടറികൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രികൾ തുടങ്ങിയവയിൽ സ്റ്റാറ്റിസ്റ്റീഷ്യൻസായി കരിയർ രൂപപ്പെടുത്താവുന്നതാണ്. 50 സീറ്റുകളാണ് BStat ഡിഗ്രിക്ക് ലഭ്യമായിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിലാണ് ഈ 50 സീറ്റുകൾ ലഭ്യമായിട്ടുള്ളത്. എങ്ങനെയാണ് BStat ഓണേഴ്സ് ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെന്ന് നോക്കാം. 2 എഴുത്തു പരീക്ഷകളാണുള്ളത്. ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തേത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ. +2 ലെവലിലുള്ള മാത്തമാറ്റിക്സ് ചോദ്യങ്ങളാണ് ഈ പരീക്ഷകളിൽ ചോദിക്കുക. ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് പരീക്ഷയിൽ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളവർ ഈ എഴുത്തു പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് ശേഷം ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. ബാച്ചിലർ ഓഫ് മാത്സ് ഓണേഴ്സ് ഡിഗ്രിക്ക് 50 സീറ്റുകളാണുള്ളത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിലാണ് ഈ കോഴ്സ് നൽകപ്പെടുന്നത്. BMath ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, അതേപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ഒരു കരിയർ രൂപപ്പെടുത്താവുന്നതാണ്. BMath ഡിഗ്രിയുടെ യോഗ്യതാ മാനദണ്ഡവും അഡ്മിഷനും BStat ഡിഗ്രിക്ക് തുല്യമായിട്ടാണ്. ഇവിടെയും ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് പരീക്ഷയിൽ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളവർക്ക് എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. MStat ഡിഗ്രിക്ക് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുന്നതെന്ന് നോക്കാം. MStat ഡിഗ്രിക്ക് വേണ്ടിയുള്ള യോഗ്യതാ മാനദണ്ഡം 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. BE or BTech ഡിഗ്രി ഉള്ള ഒരാൾക്കും MStat ഡിഗ്രി പഠിക്കാവുന്നതാണ്. എന്നാൽ ഈ 2 കേസിലും ബാച്ചിലർ ഡിഗ്രി ആയിരുന്നാലും BE or BTech ഡിഗ്രി ആയിരുന്നാലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും BMath ഡിഗ്രി പഠിച്ച ഒരാൾക്കും MStatന് അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. PG ഡിപ്ലോമ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനലിറ്റിക്സ് PGDSMA എന്ന കോഴ്സ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പൂർത്തിയാക്കിയ ഒരാൾക്കും MStatന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും BStat ഓണേഴ്സ് ഡിഗ്രി പാസ്സായ വിദ്യാർത്ഥിനികൾക്ക് MStat ഡിഗ്രിക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അവർക്ക് എഴുത്തു പരീക്ഷയോ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല. എഴുത്തു പരീക്ഷകളും ഇന്റർവ്യൂവുമാണ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ഗണിതത്തിൽ നിന്നും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതാണ് ഗണിതത്തിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും. ഇതും UG ലെവലിലുള്ള ചോദ്യങ്ങളാണ്. BStat ഡിഗ്രി പൂർത്തിയാക്കിയതിനു ശേഷം MStat ഡിഗ്രിക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥിനികൾ കൊൽക്കത്തയിലാണ് ആദ്യത്തെ വർഷം പഠിക്കുക. ബാക്കിയുള്ളവർ ഈ എഴുത്തു പരീക്ഷകളും ഇന്റർവ്യൂവിനും ശേഷം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിനികൾ ഡൽഹിയിലോ ചെന്നൈയിലോ ആയിരിക്കും അവരുടെ ആദ്യത്തെ വർഷം പൂർത്തിയാക്കുക. രണ്ടാമത്തെ വർഷം എല്ലാവരും കൊൽക്കത്തയിലാണ് അവരുടെ പഠനം പൂർത്തിയാക്കുക. MMath ഡിഗ്രിയെ പറ്റി അടുത്തത് നോക്കാം. MMath ഡിഗ്രിക്ക് 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ്, അതേപോലെ BE or BTech കഴിഞ്ഞ ഒരാൾക്കും MMath ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ മാത്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. എല്ലാ BE or BTech ഡിഗ്രിയിലും മാത്സ് ഒരു വിഷയമായിട്ട് പഠിക്കുന്നതിനാൽ ഇത് വളരെ എളുപ്പമായ കാര്യമാണ്.
അതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും BStat പഠിച്ച ഒരാൾക്കും MMathന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. BStat ഡിഗ്രിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും BMath പഠിച്ച ഒരാൾക്ക് MMath ഡിഗ്രിക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ BStat ഡിഗ്രി പഠിച്ച ആൾക്ക് MStat ഡിഗ്രിക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. BMath ഡിഗ്രി പഠിച്ച ഒരാൾക്ക് MMath ഡിഗ്രിക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്നാൽ BStat പഠിച്ച ഒരാൾക്ക് MMathന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. BMath പഠിച്ച ഒരാൾക്ക് MStatനും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്നാൽ അവർ എഴുത്തു പരീക്ഷകളും ഇന്റർവ്യൂവും പാസ്സായിരിക്കണം. ഇതിനും റിട്ടൺ ടെസ്റ്റും ഇന്റർവ്യൂവുമാണ് ഉണ്ടായിരിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതാണ്. ഗണിതത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇതിന്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഓണേഴ്സ് ഡിഗ്രി, അതേപോലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലെ മേജേഴ്സ് എന്നിവയുടെ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും MMath ഡിഗ്രിക്ക് വേണ്ടിയുള്ള അഡ്മിഷന് ചോദിക്കുന്നത്. അടുത്തത് MSQE കോഴ്സിനെ പറ്റി നോക്കാം. MSQE എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്. ഈ കോഴ്സ് കൊൽക്കത്തയിലും ഡൽഹിയിലും മാത്രമാണ് ലഭിക്കുന്നത്. യോഗ്യതാ മാനദണ്ഡം 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ, എന്നാൽ +2ൽ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് ചോദിക്കുന്നത്. ഗണിതത്തിൽ നിന്നും എക്കണോമിക്സിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. UG ലെവലിലുള്ള ചോദ്യങ്ങളാണ് MSQE അഡ്മിഷന് വേണ്ടി ചോദിക്കുന്നത്. MSQE എന്നാൽ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്. MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് അടുത്ത കോഴ്സ്. കൊൽക്കത്തയിൽ മാത്രമാണ് ഈ കോഴ്സ് ലഭിക്കുന്നത്. ഇതിനുള്ള യോഗ്യതാ മാനദണ്ഡം BTech or BE ഏത് വിഷയത്തിലും. കമ്പ്യൂട്ടർ സയൻസ് മാത്രം പഠിച്ച ഒരാൾക്കല്ല MTech ഇൻ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ ലഭിക്കുക. ഏതെങ്കിലും വിഷയത്തിൽ BTech or BE ഡിഗ്രി ഉള്ള ഒരാൾക്ക് MTech ഇൻ കമ്പ്യൂട്ടർ സയൻസിൽ അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. എന്നാൽ മാത്തമാറ്റിക്സ് +2 ലെവലിൽ പഠിച്ചിരിക്കണം. അതേപോലെ ഏതൊരു വിഷയത്തിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാൾക്കും MTech ഇൻ കമ്പ്യൂട്ടർ സയൻസിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്നാൽ മാത്സ് +2 ലെവലിൽ പഠിച്ചിരിക്കണം. ഇതിന് എഴുത്തു പരീക്ഷകളും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഗണിതത്തിൽ നിന്നും ചോദിക്കുന്നതാണ്. BSc ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ ഈ എഴുത്തു പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ BSc മാത്സ് ലെവലിലുള്ള ചോദ്യങ്ങളാണ്. സബ്ജക്റ്റീവ് ടെസ്റ്റിന് 2 പാർട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നാമത്തെ പാർട്ട് BSc ലെവലിലുള്ള മാത്തമാറ്റിക്സ് ചോദ്യങ്ങൾ, രണ്ടാമത്തേത് കമ്പ്യൂട്ടർ സയൻസ് BE or BTech ലെവലുള്ള ചോദ്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതിയാകും. ഒന്നുകിൽ നിങ്ങൾക്ക് BSc മാത്തമാറ്റിക്സ് ലെവലുള്ള സബ്ജക്റ്റീവ് പരീക്ഷ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ BE or BTech ലെവലിലുള്ള കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ എഴുതി പാസ്സായി അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. ഒരു കട്ട് ഓഫ് മാർക്കിനെക്കാട്ടിലും കൂടുതൽ ഗേറ്റ് സ്കോർ ഉള്ള വിദ്യാർത്ഥികൾ ഈ റിട്ടൺ ടെസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നതായിരിക്കും കട്ട് ഓഫ്. അപ്പൊ അതിന് മേലിൽ സ്കോർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. MTech ഇൻ ക്രിപ്റ്റോളജി ആൻഡ് സെക്യൂരിറ്റി ആണ്. ഈ കോഴ്സ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിൽ നിന്നും പഠിക്കാവുന്നതാണ്. MTech കമ്പ്യൂട്ടർ സയൻസിന്റെ അതേ യോഗ്യതാ മാനദണ്ഡവും അതേ അഡ്മിഷൻ പ്രൊസീജിയറുമാണ് MTech ഇൻ ക്രിപ്റ്റോളജി ആൻഡ് സെക്യൂരിറ്റിയിലുമുള്ളത്. ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ഓർഗനൈസേഷനിൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. PG DSMA കോഴ്സാണ്. PG ഡിപ്ലോമ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനലിറ്റിക്സ്. ഇത് ചെന്നൈയിലും ടെസ്പൂർ ക്യാമ്പസുകളിലും ലഭ്യമാണ്. 1 വർഷത്തെ കോഴ്സാണ്. ടെസ്പൂർ ക്യാമ്പസിൽ 50% സീറ്റുകൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കായി റിസർവ് ചെയ്തിരിക്കുകയാണ്. യോഗ്യതാ മാനദണ്ഡം 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ, എന്നാൽ മാത്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. BE or BTech അല്ലെങ്കിൽ തത്തുല്യ കോഴ്സ് പാസ്സായ ഒരാൾക്കും PG DSMA അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനലിറ്റിക്സ് കോഴ്സ് പഠിക്കാവുന്നതാണ്. ഇതിന് എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവുമാണ് ഉണ്ടായിരിക്കുന്നത്. അടിസ്ഥാന ഗണിതത്തിൽ നിന്നുമുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ കോഴ്സുകൾക്കെല്ലാം പഠിക്കുന്നതിന് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭ്യമാണ്. BStat അല്ലെങ്കിൽ BMath കോഴ്സുകൾക്ക് 5000 രൂപ ഒരു മാസം ലഭ്യമാണ്. എല്ലാ മാസ്റ്റേഴ്സ് കോഴ്സുകളും MStat, MMath, MSQE, MSLIS എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ്. MSQMS എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ ക്വാളിറ്റി മാനേജ്മെന്റ് സയൻസ് ആണ്. ഈ കോഴ്സുകൾക്ക് 8000 രൂപ ഒരു മാസം ലഭ്യമാണ്. MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, MTech ഇൻ ക്വാളിറ്റി റിലയബിലിറ്റി ആൻഡ് ഓപ്പറേഷൻസ് റിസർച്ച്, ഈ 2 കോഴ്സുകൾക്ക്
12,400 രൂപ ഒരു മാസം സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നതാണ്. എംടെക് ഇൻ ക്രിപ്റ്റോളജി ആൻഡ് സെക്യൂരിറ്റി കോഴ്സിന് 8,000 രൂപ ഒരു മാസം സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നതാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.iscical.ac.in. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡ്മിഷന് വേണ്ടിയുള്ള പരീക്ഷകൾ എറണാകുളം, കോയമ്പത്തൂർ, ചെന്നൈ, ട്രിവാൻഡ്രം തുടങ്ങിയ സിറ്റികളിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആപ്ലിക്കേഷൻ സാധാരണ വർഷങ്ങളിൽ തുടങ്ങുന്നത് ഫെബ്രുവരി മാസമാണ്. എഴുത്തു പരീക്ഷയെല്ലാം മെയ് മാസത്തിലാണ് നടത്തപ്പെടുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നത് വളരെ അഭിമാനകരമായ ഒരു വിഷയമാണ്. IIT-യിൽ പഠിക്കുന്നത് പോലെയും IIM-ൽ പഠിക്കുന്നത് പോലെയും അതേപോലെ അതിനേക്കാട്ടിലും പ്രയാസകരമാണ് ISI-യിൽ അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത്. കാരണം വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ, വളരെ കുറച്ച് ക്യാമ്പസുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് എല്ലാവരും ISI അഡ്മിഷന് വേണ്ടി ശ്രമിക്കുക. ISI-യിൽ പഠിച്ചതിന് ശേഷം തീർച്ചയായും നല്ലൊരു കരിയർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്രെയിൻസിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനാൽ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കി വളരെ ഡീറ്റെയിൽഡായ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ വിദ്യാർത്ഥിനികളും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷനായി പരിശ്രമിക്കുക. മാത്തമാറ്റിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ അഡ്മിഷന് വേണ്ടി ശ്രമിക്കേണ്ടത്. കൂടുതൽ കരിയർ സംബന്ധമായ വീഡിയോകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.